ഇന്നിപ്പോൾ മോന് സ്കൂളില്ലാത്ത ദിവസമാട്ടോ. അപ്പോൾ അവന് മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് കാലിച്ചായൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ നടന്നു പോകാൻ കുറച്ച് മടിയാട്ടോ. അപ്പോൾ അവനെ നോക്കിയിട്ട് ഇതാ അനിയൻ മോനോട് ഇരിക്കുന്നുണ്ട്. അവന് വയ്യ കേട്ടോ, പനിക്കുന്നുണ്ട്. അങ്ങനെ അവൻ പോയതിന് ശേഷം ഇനിയിപ്പോൾ അടുക്കളയിലേക്ക് വന്നാട്ടോ. ഇന്നിപ്പോൾ രാത്രി നമ്മളൊന്നും തീരുമാനിച്ചില്ലേനു രാവിലെ എന്താ ചായക്ക് കടിയാക്കാൻ. അപ്പോൾ രാവിലെ തന്നെ ഒരു കിളി പോയ പോലെയാണ്. കാരണം രാവിലത്തെ നമ്മൾ ചായൻ്റെ പരിപാടി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും വൈകും. അപ്പം ഇപ്പോൾ ഗോതമ്പ് പുട്ട് ചൂടാന്ന് കരുതി. അപ്പോൾ അതിപ്പോൾ മോൻ കഴിക്കൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദോശയും ചൂടണം. അപ്പോൾ രാവിലെ തന്നെ 2 കടി ഉണ്ടാക്കുകയും വേണം. അങ്ങനെ ഇപ്പോൾ അപ്പുറത്ത് പുട്ടും വെച്ചിട്ടുണ്ട്, ഇപ്പുറത്തുനിന്ന് വേഗം ദോശയും ചൂടാന്ന് കരുതി. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ രാത്രി കടല അങ്ങനത്തെ കാര്യങ്ങളൊന്നും പുതിർത്തിയിട്ടുമില്ലേനു. അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കറിയും കൂടി റെഡിയാക്കണം. ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് വിറകിൻ്റെ പരിപാടി ഉണ്ട് കേട്ടോ. നോമ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വിറകൊക്കെ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ചായൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് വേഗം പുറത്തേക്ക് ഇറങ്ങാൻ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചോറും കാര്യങ്ങളൊക്കെ അതും റെഡിയാക്കാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ സമയം പോയിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടിയും 10 മണിയായിക്ക് നമ്മളെല്ലാവരും ചായ കുടിക്കുമ്പോൾ. മോന് വയ്യാത്തതുകൊണ്ട് അവനും സമ്മതിക്കുന്നില്ലേനു. കാരണം അവനെ കുറേ സമയം എടുത്ത് നിൽക്കേണ്ട വരുന്നുണ്ടേനു. അങ്ങനെ വേഗം അപ്പോഴത്തെ ദോശ ചുടുന്ന സമയം കൊണ്ട് വേഗം അവിടെ ഗോതമ്പ് പുട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഗോതമ്പ് പുട്ട് ചൂടോടെ കഴിക്കാമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് രണ്ടിനും കൂടിയിട്ട് കഴിക്കാൻ പറ്റുന്ന കറിയും കൂടി റെഡിയാക്കണം. അപ്പോൾ ഇത് രണ്ടിനും പറ്റിയ കറി ഇപ്പം തോന്നുന്നത് മീൻ മുളകിടാന്ന് കരുതി. കുറച്ച് മീനുണ്ടേനു. അപ്പോൾ മുളകിട്ട കറിയാകുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ ഗോതമ്പ് പുട്ടിനും. അപ്പോൾ ദോശക്കും രസമുണ്ടാവും. അപ്പോൾ അതാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളിയൊക്കെ മുറിച്ച് റെഡിയാക്കുകയാണ്. അങ്ങനെ വേഗം ഇനിയിപ്പം കറിയും കൂടി ആയാലും എല്ലാവർക്കും ചായ കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ കറിയും വേഗം റെഡിയാക്കിയിട്ട് ഇപ്പോൾ ചായ കുടിക്കുക കേട്ടോ. നല്ല ഗോതമ്പ് പുട്ടും മീൻ മുളകിട്ടൊക്കെ കൂട്ടിയിട്ട് ഇപ്പോൾ ഉമ്മ ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടോ. ഇതാ വിറകെടുത്ത് രാവിലെ തന്നെ ഇനിയിപ്പോൾ വെയിലിൻ്റെ മുന്നേ വേഗം ഇത് എടുത്ത് മേലെ കയറ്റണം. അങ്ങനെ കുറച്ചെടുത്ത് വയ്യപ്പുറം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചോറ് വാർത്തിട്ടുണ്ടെങ്കിലും മീനിന് വേണ്ടിയിട്ട് മീൻകറിക്ക് വേണ്ടിയിട്ട് അവിടെ റെഡിയാക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു കറി കാണിച്ചിട്ട്, ഇത് ഞങ്ങളെ ഉമ്മാമൻ്റെ കലക്കിക്കറി എന്ന് പറയും കേട്ടോ. പെട്ടെന്ന് കഴിയും കേട്ടോ ഉണ്ടാക്കാൻ. ഇതാ നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 അല്ലെ 2.5 ടേബിൾ സ്പൂണ് മുളക് ഇട്ട് കൊടുക്കുക. അതിപ്പോൾ നമ്മൾ എരിവിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മളിടുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. ഇനി ഇതാ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ. ഇനി ഇതിന് ഇപ്പോൾ നമ്മൾ വേഗം കറി വെക്കാൻ പോവുകയാണ്. ഇന്നിപ്പോൾ നമുക്ക് മാന്തളില്ലേ അതാട്ടോ, ചെറിയ ചെമ്മീനുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടാട്ടോ കറി വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ട് വേഗം ചിലർക്കൊക്കെ അറിയായിരിക്കും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ ഈ ഒരു കറി. അപ്പം ഒരുപാട് കറിയൊന്നും ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ഞങ്ങൾ വേഗം ഇത് ഉണ്ടാക്കും കേട്ടോ. ഇതാകുമ്പോൾ ഒരു കറി മതി, എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ തേങ്ങയും അരപ്പൊക്കെ ഇട്ട് തക്കാളിയും പച്ചമുളകും പുളിയൊക്കെ പിഴിഞ്ഞ് വേഗം അടുപ്പിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ നമുക്കിത് ഉലുവയും കടുവും ഒന്ന് വറവിട്ടാൽ മതി. അങ്ങനെ നമ്മൾ അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ കറി റെഡിയാക്കി ഇനിയിപ്പോൾ വേഗം വിറകിൻ്റെ പരിപാടിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതെടുത്ത് മേലെ വെച്ചാലാട്ടോ നമുക്ക് സമാധാനം ഉണ്ടാവും. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് മീനും കറിയൊക്കെ റെഡിയായതിന് ശേഷം നമ്മൾ വേഗം ഇനി പപ്പടവും കൂടിയും പൊരിച്ചിട്ട് വേഗം മീനും പൊരിക്കാമെന്ന് കരുതി. അടുപ്പിൽ നല്ല തീ ഉണ്ടേനു. അപ്പോൾ പിന്നെ ഇടയ്ക്ക് നമ്മൾ വിറകും എടുത്തിടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേഗം ചോറും റെഡിയാണല്ലോ. അങ്ങനെ അതിപ്പോൾ നമ്മൾ വീണ്ടും വിറക് എടുത്തിടുക കേട്ടോ. ഉമ്മാമ്മ മേലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മാമ്മൻ്റെ കയ്യിൽ ഇവിടുന്ന് അങ്ങ് കൊടുത്താൽ മതി ഒരാൾ. അപ്പോഴേക്ക് ഇതാ മോന് കരഞ്ഞുകൊണ്ട് എണീറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ അവിടെ സ്റ്റോപ്പായി. മൂപ്പർ ഭയങ്കര കരച്ചിലല്ലേനും. അങ്ങനെ അവനൊന്ന് കുറച്ച് സമയം ഒന്ന് എടുത്തിട്ട് അപ്പോഴേക്ക് ഇതാ ഉമ്മാമയും വന്നൊന്ന് കളിപ്പിക്കാൻ നോക്കുകയാണ്. അങ്ങനെ ഞാൻ അവനെ എടുത്തുകൊണ്ട് ഇനിയിപ്പോൾ ഉമ്മാമ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വിറകിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ.